എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 3rd സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്ടേഴ്സിലെ ക്ലാസ് കണ്ടാണമല്ലോ. ഇന്ന് ടീച്ചർ സാറ് നമുക്ക് തുടർ പ്രവർത്തനം നൽകിയെന്ന് പറയുന്നത് മരച്ചീനി കൃഷി, പ്ലാന്റിംഗ് ടപ്പിയൊക്കെ, അതുപോലെ തന്നെ നമ്പർ സ്റ്റെപ്സാണ്, സംഖ്യ പടികളെന്നാണ്. ഓരോന്നായി പരിശോധിച്ച് പൂർത്തിയാക്കാം. ആദ്യത്തെ ചോദ്യം മരച്ചീനി കൃഷിയാണ്. അനീഷ് കൊണ്ടുവന്ന 16 മരച്ചീനി കമ്പുകൾ ഏതൊക്കെ രീതിയിൽ നടാമെന്ന് കാർഷിക ക്ലബ് അംഗങ്ങൾ ആലോചിച്ചു. അവരത് ചിത്രീകരിച്ചത് ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. അനീഷ് ബോട്ട് 16 ടപ്പിയോക്ക പ്ലാന്റ്സ്. ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ദീസ് ബി പ്ലാന്റഡ് ഇൻ റോ? ദ ഫാം ക്ലബ് മെമ്പേഴ്സ് തോട്ട് അബൌട്ട് ഇറ്റ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ദേ ഹാവ് ഡ്രോൺ. എങ്ങനെയാണ് നടാമെന്നുള്ളതിന് ചിത്രം ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. വരിയിലും നിരയിലും റോയിലും കോളത്തിലുമായിട്ടാണ് ഇവ നട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രമായി കാണിച്ചിരിക്കുന്നത് 8 വീതമായി ഇങ്ങനെ 2 ഇതായിട്ട് വരിയും നിരയിലും ഉണ്ട്. രണ്ടാമത് തിരിച്ചാണ് 2 × 8 ആയിട്ടാണ് അവർ വരിയിലും നിരയിലും റോയിലും കോളത്തിലും ചെയ്തിരിക്കുന്നത്. മൂന്നാമതായി അവർ ചെയ്തിരിക്കുന്നത് 4 വരിയായും 4 കോളവുമായി, അതായത് 4 നിരയും 4 വരിയും, 4 റോസ് ആൻഡ് 4 കോളത്തിലാണ് അവർ 16 ടപ്പിയോക്ക പ്ലാന്റ്സ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യാനായി ചിത്രം വരച്ചിരിക്കുന്നത്. നമുക്ക് നൽകിയ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ അവർ കൊണ്ടുവന്നത് 24 മരച്ചീനി കമ്പുകളായിരുന്നെങ്കിൽ വരിയും നിരയുമായി ഏതൊക്കെ രീതിയിൽ നടാൻ കഴിയുമെന്ന് ചിത്രീകരിക്കാനാണ്. ഇഫ് ദർ ആർ 24 ടപ്പിയോക്ക പ്ലാന്റ്സ്, ഇൻ ഹൗ മെനി വേസ് വി ക്യാൻ പ്ലാന്റ് ദിസ് റോസ് ആൻഡ് കോളം? ആ 24 ടപ്പിയോക്ക അഥവാ കപ്പ നമുക്ക് നടാൻ സാധിക്കുന്ന ചിത്രം ഇവിടെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, വരിയിലും നിരയിലും റോസിലും കോളത്തിലും ഇങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത്. 8 വരിയും 3 നിരയും, 8 റോസ് 3 കോളംസ്, അല്ലെങ്കിൽ 3 വരിയും 8 നിരയും, 3 റോസ് 8 കോളം. അതുമല്ലെങ്കിൽ 4 വരിയും 6 നിരയും, 4 റോസും 6 കോളവുമായിട്ട് നമുക്കിത് ചിത്രീകരിക്കാവുന്നതാണ്. കൂട്ടുകാർ ചെയ്യേണ്ടത് സ്കെയിലും പെൻസിലും എടുത്ത് ഇതുപോലെ ആ 24 കപ്പ, 24 ടപ്പിയോക്ക പ്ലാന്റ് എങ്ങനെ നടാമെന്നുള്ളതിൻ്റെ ചിത്രം ഇതുപോലെ വരച്ച് ചേർത്ത് ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ഇനി അടുത്ത ചോദ്യം സംഖ്യാപടികളാണ്, നമ്പർ സ്റ്റെപ്സ്. ഇവിടെ എന്ന് പറയുന്നത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ടാണ് അതിൻ്റെ തൊട്ട് മുകളിലത്തെ കളത്തിലോട്ട് ഉത്തരം എഴുതുന്നത്. ആദ്യം നമുക്ക് ഇടതുവശത്തുള്ള കോളം നോക്കാം. അവിടെ അങ്ങേ അറ്റത്ത് കാണിച്ചിരിക്കുന്നത് ഉത്തരം എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? 2 × 8, 2 × 8 16, 16 ആണ്. അങ്ങനെയാണ് ഇപ്പുറത്തെ എങ്ങനെയാണ്? 4 × 2 4 × 2 8, 8 ആണ് വരുന്നത്. ഇനിയും ചെയ്യേണ്ടത് മുകളിലത്തെ 2 സംഖ്യകളായ നമ്പേഴ്സായ 8ഉം 16ഉം 8ഉം 16ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 8 × 16, 8 × 16 128, 128 ആണ് വരുന്നത്. അങ്ങനെ ഒന്നാമത്തെ സംഖ്യാപടി നമ്പർ സ്റ്റെപ്പ് പൂർത്തിയാക്കാം. ഇനി രണ്ടാമത്തേലേക്ക് നോക്കാം. ഇവിടെയും ആദ്യത്തേത് ഗുണിച്ച് വെച്ചിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത്. 2 × 6, 2 × 6 12 ആണ്. ഇനി അടുത്ത ഏതാണ്? 6 × 3, 6 × 3 ചെയ്യുമ്പോഴാണ് അതിൻ്റെ മുകളിലത്തെ സ്റ്റെപ്പിലോട്ട് വരുന്നത്. എത്രയാണ്? 6 × 3 18. 6 × 3 18 ആണ്, അതവിടെ എഴുതി. ഇനി അതിൻ്റെ തൊട്ട് മുകളിലത്തെ കളം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? അവ തമ്മിൽ ഗുണിക്കണം. 12 × 18, 12 × 18. അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് 216 ആണ്, 216 ആണ്. അങ്ങനെ സംഖ്യാപടികൾ, നമ്പർ സ്റ്റെപ്സ് ഇതുപോലെ ഓരോ നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചിട്ടാണ് അതിൻ്റെ തൊട്ട് മുകളിലത്തെ കളത്തിൽ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടെത്തി പൂർത്തിയാക്കാം. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.